ഞാൻ ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ. നമ്മളെല്ലാവരും എക്സ്റ്റേണൽ അപ്പിയറൻസിൽ വളരെയധികം കൺസേൺ ആവുന്നവരാണല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യമാണ്. ഇപ്പം നമ്മൾക്ക് സ്കിന്നിൽ ഒരു ചുളിവ് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു പാട് വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഡ്രൈ ആയി ഡള്ളായി ഒക്കെ കാണുമ്പോഴേ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവില്ലേ. അപ്പം നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും. ഒന്നെങ്കിൽ എന്തെങ്കിലും പാക്ക് ആയിട്ടോ, അല്ലെങ്കിൽ മറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ സ്കിൻ ഹെൽത്ത് ഒന്ന് നിലനിർത്തി കൊണ്ടുപോകണം, സ്കിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയല്ലേ ഇത്. ചിലർ പീലിംഗ് ചെയ്യും, ചിലർ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്, ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ, സ്കിന്നിൻ്റെ ആ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പാടുകളില്ലാതെ ചുളിവുകളില്ലാതെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രായം തോന്നിപ്പിക്കാത്ത രീതിയിൽ സ്കിന്നിൻ്റെ ഹെൽത്ത് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും? അതിന് നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സ്കിന്നിന് നല്ല പോലെ ഹൈഡ്രേഷൻ വേണം, സ്കിന്നിന് നല്ല പോലെ ന്യൂട്രീഷൻ ആവശ്യമാണ്, അതുപോലെ സ്കിന്നിന് നല്ലൊരു റൊട്ടീൻ, സ്കിൻ കെയർ റൊട്ടീൻ വേണം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പം ഈ പൊല്യൂഷൻസ് ഒക്കെ, ഈ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡസ്റ്റ് പൊല്യൂഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. അത് സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡള്ളാക്കും, ചുളിവുകൾ കാര്യങ്ങൾ ഉണ്ടാക്കും, ഡാമേജ് ഉണ്ടാക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാം കൂടി നമ്മളൊരു റൊട്ടീനാക്കി മാറ്റണം. ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് റൊട്ടീനാക്കി മാറ്റണം. പുറമേ അപ്ലൈ ചെയ്യുന്നതായാലും ഇൻറ്റേർണൽ ആയിട്ട് നമ്മൾ സ്കിൻ ഹെൽത്ത് നിലനിർത്താനായിട്ടും രണ്ടും കമ്പൈൻ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള തിളക്കമേറിയ ഒരു സ്കിന്ന് നമുക്ക് ലഭിക്കുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഹൈഡ്രേഷനാണ്. കാരണം സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആവണം, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസ് ചെയ്തിട്ട് എപ്പോഴും നിൽക്കണം. സ്കിന്നിൻ്റെ pH എപ്പോഴും നോർമലായിട്ട് ഉണ്ടാവണമെങ്കിൽ സ്കിന്നിന് എപ്പോഴും ഹൈഡ്രേഷൻ വേണം. അതായത് സ്കിന്നിന് വേണ്ട വെള്ളം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അതിന് നമ്മൾ ശരിക്കും നല്ല പോലെ വെള്ളം കുടിക്കുന്നത് സ്കിന്ന് നല്ല പോലെ ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കും. ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാവുന്ന കോശങ്ങൾക്ക് ഉണ്ടാവുന്ന എനർജി നഷ്ടപ്പെടാൻ തുടങ്ങും, അവർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും. അതാണ് നമ്മൾ സ്കിന്ന് ഈ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ചുളിവുകൾ വരാൻ തുടങ്ങും. ഹൈഡ്രേഷൻ നിലനിർത്തും തോറും സ്കിൻ pH നോർമൽ ആവുന്നതോടെ നമുക്ക് പ്രായം നമുക്ക് വർദ്ധിക്കാതെ നമ്മുടെ യൗവനത്തെ നമുക്ക് നിലനിർത്താൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്കിന്നിൻ്റെ കാര്യമാണ് ന്യൂട്രീഷൻ. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങളെ കൊണ്ടാണ്. ഓരോ കോശങ്ങളും ന്യൂട്രീഷ്യൻസിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവൻ നമ്മളെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവയവമാണ് സ്കിന്നിന് അതുപോലെ ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൻ ഹെൽത്ത് നമുക്ക് നിലനിർത്താൻ പാടുള്ളൂ. ചിലവർ കാണുന്നില്ലേ ഈ മുഖത്തൊക്കെ പോഴ്സ് വരിക, അതുപോലെ മുഖത്തിൻ്റെ സ്കിന്ന് ലൂസാകുക, നമ്മുടെ കൈയിൻ്റെ ഇവിടെയുള്ള സ്കിന്നൊക്കെ ലൂസായി പോവുക. അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിന് വേണ്ട കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സ്കിന്നിൻ്റെ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഇങ്ങോട്ട് താഴോട്ട് വരുന്നത്. അപ്പോൾ ഈ കൊളാജൻ ശരീരത്തിൽ നഷ്ടപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടില്ലെങ്കിൽ ഈ ന്യൂട്രീഷൻ്റെ കുറവ് കാരണം നമ്മുടെ സ്കിൻ ഹെൽത്ത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പോൾ അത് ഓറഞ്ച്, മുസമ്പി, ബെറീസ്, പിന്നെ യെല്ലോ, ഓറഞ്ച്, റെഡ് കളർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, അങ്ങനെ പിന്നെ പച്ചക്കറികൾ. നമ്മൾ ഈ വിറ്റാമിൻസ് ഒക്കെ തന്നെ പച്ചക്കറികളിലും നല്ല പോലെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുമുള്ള എല്ലാ കളറുകളിലുമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും നന്നായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ എല്ലാ രീതിയിലുള്ള വൈറ്റമിൻസും നമ്മൾ സ്കിന്നിൽ ലഭിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ന്യൂട്രീഷ്യസ്
ആകും. അത് കാരണം സ്കിന്നിൻ്റെ ഹെൽത്ത് വളരെ നോർമലായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കിന്ന് നമുക്ക് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കും. അതുപോലെ തന്നെയാണ് omega-3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഈ മീൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക. അതുപോലെ നട്ട്സ്, സീഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്കിൻ ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ ബെനിഫിറ്റാണ്. അതുപോലെ നമ്മൾ മീനൊക്കെ കഴിക്കുമ്പോൾ കറി വെച്ചിട്ട് മാത്രം കഴിക്കുക. പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മൊത്തം പോവും. omega-3 നമുക്ക് സ്കിന്നിന് ലഭിക്കാതെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കറി വെച്ചിട്ട് മീൻ കാര്യങ്ങളൊക്കെ കഴിക്കുക. ഇത്രയും ന്യൂട്രീഷ്യസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചില ഫുഡുകൾ കാരണം നമ്മൾ സ്കിന്നിൻ്റെ ഹെൽത്ത് ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ട്. അതായത് നമ്മളിപ്പം പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നിർമ്മിച്ചിരിക്കുന്ന കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്കിന്നെ ഭയങ്കരമായിട്ട് പ്രായം തോന്നിപ്പിക്കും, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പെട്ടെന്ന് ചുളിവുകൾ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മാക്സിമം പഞ്ചസാരയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഓയിലി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഒഴിവാക്കുക. കാരണം ഓയിലി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതോറും നമുക്ക് മുഖത്തൊക്കെ കുരുക്കൾ വന്ന് പാടുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓയിലി അടങ്ങിയ ഫുഡുകൾ, ജങ്ക് ഫുഡുകളൊക്കെ മാക്സിമം നമ്മൾ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടാവണം. നമുക്ക് സ്ട്രെസ്സ്, ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവായിട്ടുണ്ടാവണം. കാരണം ഇത് നമ്മളെ മുഖത്ത് നന്നായിട്ട് പ്രതിഫലിക്കും. നമ്മൾക്കിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മുഖം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അവരുടെ സ്കിന്ന് ഡള്ളായിട്ടാണ് ഉണ്ടാകുക. കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക, ടയേർഡായ ഒരു ഫീലാണ്. സ്കിന്ന് എപ്പോഴും ഒരു ടയേർഡായ ഫീലാണ് ഉണ്ടാകുക. അപ്പോൾ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒഴിവാകുവാണെങ്കിൽ സ്കിന്ന് നമ്മളെപ്പോഴും ഹാപ്പി ആവുന്നത് പോലെ തന്നെ നമ്മളെ സ്കിന്നും നല്ലപോലെ ഹാപ്പി ആയിരിക്കും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കിന്നാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആൽക്കഹോൾ കൂടുതലായിട്ടുണ്ടോ, സിഗരറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ സ്കിൻ ഹെൽത്തിനെ നല്ലപോലെ ബാധിക്കും. അപ്പം ഇതാണ് നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ളതും നമ്മൾ ജീവിതശൈലിയിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ ഉറക്കം, നല്ല ഉറക്കം നല്ല സ്കിന്നിൻ്റെ ആരോഗ്യത്തെ നമ്മൾ സൂചിപ്പിക്കും. അപ്പം നല്ലപോലെ ഉറങ്ങാനും വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ബേസിക് ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ആയിട്ട് ഇൻറ്റേർണലി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇൻറ്റേർണൽ ആയിട്ട് നമ്മൾ സ്കിൻ ഹെൽത്ത് നിലനിർത്തുന്നത് പോലെ തന്നെ എക്സ്റ്റേണലിയും നമ്മുടെ സ്കിന്നിന് ചില സപ്പോർട്ടുകൾ ആവശ്യമാണ്. അതായത് ഈ ചില മുഖമൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടി നമ്മൾ സിറം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കെമിക്കൽ പീലിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ നമുക്ക് എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ഒരുമിച്ചുള്ള ഒരു സപ്പോർട്ട് നല്ലൊരു സ്കിൻ കെയറിന്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫേസ് വാഷ് എപ്പോഴും നിർബന്ധമാക്കി ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പുറത്തെ പൊല്യൂഷൻസ് കാരണം നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന സ്കിന്നിലുണ്ടാവുന്ന കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ഡാമേജ് കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ സ്കിന്നിൽ ഒട്ടിയിരിക്കുന്ന ഈ പൊടി കാര്യങ്ങളും ബാക്ടീരിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നല്ല ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ രാവിലെയും വൈകുന്നേരമായിട്ട് എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യണം. ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ക്രീമി ടൈപ്പുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അധികം സ്മെല്ലൊന്നും ഇല്ലാത്ത സെൻസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ളവർക്ക് തന്നെയുള്ള ഫേസ് വാഷ് ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്റ്റേണലി നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ pH ലോക്ക് ചെയ്യാനും മോയ്സ്ചർ ലോക്ക് ചെയ്യാനും സഹായിക്കുന്നതാണ് മോയ്സ്ചറൈസർ. അപ്പം നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്ത് നല്ലപോലെ പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ 2 നേരം ഉപയോഗിക്കാം. അതുപോലെ സൺസ്ക്രീൻ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്ന് ആകെ ഡള്ളായി UV റേസ് കൊണ്ട് സ്കിന്നാകെ ഡാമേജ് ആയിട്ട് ഉണ്ടാകുക. അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ കൃത്യമായിട്ട് രാവിലെ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്കിന്നിൻ്റെ ഹെൽത്ത്, സ്കിന്നിൻ്റെ ഡാമേജുകൾ നമുക്ക് ഈ സണ്ണ് കാരണം ഉണ്ടാകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ എപ്പോഴും റെഗുലറായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫേസ് പാക്ക്. ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ ഫേസ് പാക്ക് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അവർക്ക് എപ്പോഴും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവുക. ഡ്രൈ സ്കിന്നുകാർക്കും
ഈ പെട്ടെന്ന് ഓയിലി സ്കിന്നുകാർക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരും. കാരണം ആ സ്കിൻ ടെക്സ്ചർ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിമ്പിൾസ് വരും. അപ്പോൾ ആ ഡ്രൈ സ്കിൻ ഉള്ളവർ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് ആൽമണ്ടിൻ്റെ ഫേസ് പാക്ക്. അതായത് നമ്മൾ ആവശ്യത്തിൻ്റെ കണക്കിന് ആൽമണ്ട് നമ്മൾ പൊതിർത്ത് വെച്ച് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഈ തൊലി കളഞ്ഞ ഈ ആൽമണ്ട് നമ്മൾ അരച്ചെടുക്കുക. ഈ പാക്ക് നമ്മൾ ഫേസിലും എവിടേക്കാണോ ഡ്രൈനെസ് മാറേണ്ടത് അവിടെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഈ ഒരു ഡ്രൈനെസ് നല്ലോണം കുറഞ്ഞു കിട്ട് ഭയങ്കര സോഫ്റ്റ് ആവും, നല്ല സപ്പിളാവും. അപ്പോൾ ഈ ഒരു പാക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഓയിലി സ്കിന്നുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് മുൾട്ടാണി മിട്ടിയും അലോവേരയുടെ ജെല്ലും യോഗേർട്ടും ഹണിയും. ഈ 4 മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫെയർ പാക്ക് അതെല്ലാം ആവശ്യത്തിൻ്റെ അളവിലെടുത്ത് നമുക്ക് ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി, ചെറിയൊരു അളവിൽ അലോവേര എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഒരു വീക്ക്ലി ഒരു 3 തവണ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാകുമ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിമ്പിൾസ് ഉണ്ടാവാനും പോഴ്സൊക്കെ ഈ ഓപ്പൺ പോഴ്സും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു പാക്ക് വീക്ക്ലി ഒരു 3 തവണ ഉപയോഗിക്കുന്നത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഈ മുഖക്കുരു ഉള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് തേങ്ങയുടെ പാല് കുറച്ചെടുക്കുക, അതിലേക്ക് ഗ്രാമ്പൂ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെക്കുക. ഈ ഗ്രാമ്പൂ പൊടിച്ചത് ഈ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് പിമ്പിൾസ് നല്ല പോലെ കുറയാനും പിമ്പിൾസ് കൊണ്ടുണ്ടാവുന്ന കല മാറാനും വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ പാക്കൊക്കെ നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനും ഈ രീതിയിലുള്ള പാക്കുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ ഈ മുഖത്ത് കണ്ണിന് ചുറ്റുമൊക്കെ പഫിനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് മസാജ് നമുക്ക് ദിവസവും ചെറിയൊരു 1-2 മിനിറ്റോളം ചെയ്യുന്നത് പഫിനെസ് മാറുന്നിടത്തോളം നമുക്കത് ചെയ്യാം. അതുപോലെ നമുക്ക് ഐസ് വാട്ടറിൽ മുഖം ഒരു 1 മിനിറ്റോളം ഡിപ്പ് ചെയ്ത് വെക്കുന്നത് ഇവിടെയുള്ള സർക്കുലേഷൻ, മുഖത്തുണ്ടാവുന്ന സ്കിൻ സർക്കുലേഷനൊക്കെ കൂടാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനൊക്കെ വേണ്ടിയിട്ട് നല്ലപോലെ സഹായിക്കും. അപ്പം ഇത്രയും ഒരു റൊട്ടീൻ പോലെ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ കൂടി ഫോളോ ചെയ്യുവാണെങ്കിൽ, അതുപോലെ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ആരോഗ്യകരവുമായിട്ടുള്ളതും പാടുകളില്ലാത്തതും പിഗ്മെൻറ്റേഷനും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ടൊരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.